കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിന് 1 വയസ്സ്. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തം 1 വർഷത്തിനുമിപ്പുറം നാടിനെ ആകെ തളർത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 29-നാണ് നീലേശ്വരം അഞ്ഞൂറ്റി അമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെ വെടിക്കെട്ട് അപകടമുണ്ടായത്. നാടിനെ നടുക്കിയ ദുരന്തത്തിൽ 6 പേർ മരിച്ചു, 148 പേർക്ക് പൊള്ളലേറ്റു, 50-ലധികം പേർക്ക് സാരമായ പരിക്ക് പറ്റി. മൂവാളംകുഴി ചാമുണ്ടിയുടെ തോറ്റം പുറപ്പാട് സമയം ക്ഷേത്രത്തിന് സമീപത്തായി പടക്കം പൊട്ടിച്ചതിന്റെ തീപ്പൊരി പടക്കശേഖരത്തിലേക്ക് വീണാണ് മഹാദുരന്തമുണ്ടായത്. ആളുകൾ തിങ്ങി നിറഞ്ഞെടുത്ത് പടക്കങ്ങൾ സൂക്ഷിച്ചത് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. മഹാസ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ നാടൊന്നാകെ വിറങ്ങലിച്ചു. സർക്കാർ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ധനസഹായവും അടിയന്തര സൗജന്യ ചികിത്സയും വാഗ്ദാനം ചെയ്തു. പക്ഷേ തുടർ ചികിത്സയ്ക്കും വിദഗ്ധ ചികിത്സയ്ക്കും ഭീമമായ തുക വേണ്ടി വന്നത് ദുരിതബാധിതരെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കി. ആശുപത്രികളിൽ സർക്കാർ ധനസഹായം മുടങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. അതേസമയം ദുരന്തബാധിതർക്ക് സാധ്യമായ സഹായങ്ങളെല്ലാം ക്ഷേത്ര കമ്മിറ്റിയും ഒരുക്കി നൽകി. മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപയും പരിക്കുപറ്റിയ 110 പേർക്ക് 1 ലക്ഷം രൂപയുടെ ധനസഹായവും നൽകി. നാടിനെ കണ്ണീരിലാക്കിയ മഹാദുരന്തത്തിന് 1 വയസ്സ് തികയുമ്പോൾ ആ ഓർമ്മകൾ നീലേശ്വരംകാർക്ക് ഇപ്പോഴും ഉള്ളുപൊള്ളിക്കുന്ന വേദന കൂടിയാണ്. 2024-ലെ വെടിക്കെട്ട് അപകടം കാരണം വീരർക്കാവിൽ ഈ വർഷം കളിയാട്ടം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.